വെൽക്കം ടു ഫെസൂസ് കിച്ചൻ. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന മാർഷ്മെല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കോൺ സിറപ്പൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ മാർഷ്മെല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. പഞ്ഞിമിഠായിയൊക്കെ പോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അടിപൊളി മിഠായിയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാനും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു അര കപ്പ് ചൂടുവെള്ളം വേണം. ഇതിലേക്ക് 30 ഗ്രാം ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജലാറ്റിനൊക്കെ മാർക്കറ്റിൽ ഹലാൽ ജലാറ്റിനൊക്കെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഹലാൽ ജലാറ്റിനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ജലാറ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ അഗർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക് ഈ മാർഷ്മെല്ലോ സെറ്റ് ചെയ്യാനുള്ള ഒരു മോൾഡ് എടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പും എടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിലൊക്കെ ബ്രഷ് ചെയ്യുമ്പോൾ കുറച്ച് നന്നായി തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്തോളൂ. അല്ലെങ്കിൽ സെറ്റ് ചെയ്ത ശേഷം ഇതിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാകും. നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായി ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെച്ച് നമുക്കൊരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു അര കപ്പ് വെള്ളവും കൂടി ഒഴിക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ ഒരു 2 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ട് വരണം. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. 2 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ജലാറ്റിൻ്റെ മിക്സ് ഒഴിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ചൂടുണ്ടാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി ഇത് വീണ്ടും കട്ടിയാക്കി എടുക്കണം. ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ടിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പതഞ്ഞ് പുറത്തേക്ക് വരും. കണ്ടോ, ഇതിപ്പോൾ നല്ല കറക്റ്റായി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഒട്ടും നനവില്ലാതെ ഡ്രൈ ആയിരിക്കുന്ന ഒരു ബൗളിലേക്ക് വേണം നമുക്കിത് മാറ്റാൻ. അതിനുശേഷം ഒരു 2 മിനിറ്റോളം ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ചൂടോടെ തന്നെ നമുക്കിത് ബീറ്റ് ചെയ്യാം. അപ്പോൾ അതേ 2 മിനിറ്റൊക്കെ ആയപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്ര മതി. കണ്ടോ, നല്ല ക്രീമി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് വാനില എസൻസ് ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വാനില എസൻസ് ഇതിലൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മോൾഡിലേക്ക് ഇത് ഒഴിക്കാം. അപ്പോൾ പകുതി മാത്രം ഞാൻ ഈ മോൾഡിലേക്ക് ഒഴിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതിൽ ഞാൻ കളറ് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളറ് വേണ്ട എന്നുള്ളവർക്ക് അതില്ലാതെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് എല്ലായിടത്തൊന്ന് ആക്കി കൊടുക്കാം. ഇത് ഈ സമയത്ത് തൊട്ട് നോക്കുകയാണെങ്കിൽ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് എല്ലായിടത്തൊന്ന് ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൽ ബാക്കിയുള്ളതിലേക്ക് ഒരല്പം ഫുഡ് കളർ ചേർക്കാം. ഞാനിപ്പോൾ റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി കളർ ഇല്ലാതെ വേണമെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ വൈറ്റ് കളർ അല്ലാതെ നമുക്കിത് മൊത്തത്തിൽ ഏത് കളർ വേണമെങ്കിലും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അതിന് മുകളിലേക്കായിട്ട് ഒഴിക്കാം. എല്ലായിടത്തും ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2-3 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ തന്നെ അടച്ച് വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട.
ഇതിപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് മുകളിലായി ഒരല്പം പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കോൺഫ്ലോർ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. ഇതെല്ലായിടത്തും ആക്കി കൊടുക്കണം. അല്ലാതെ നമ്മളിത് തൊട്ടിട്ടുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന പോലെ ഇരിക്കും. എന്നിട്ട് നമുക്കിതുപോലെ ഈ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കാം. ഈ കട്ടിംഗ് ബോർഡിൽ കൂടി കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല മധുരം വേണ്ട എന്നുള്ളവർക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ കത്തിയിലും നമുക്കിതുപോലെ ആ പഞ്ചസാര പൊടിച്ചതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ അത് കത്തിയിലിങ്ങനെ ഒട്ടി പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാം. ഇത് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഈ പഞ്ചസാര പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ആ പൊടി അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാഷ്മലോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന മിഠായിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടമാകും. അത്രത്തോളം പഞ്ഞിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണല്ലോ ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ ഒരു മാസം വരെയൊക്കെ നമുക്കിതൊരു കേടും കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്